ഹായ് ഓൾ, 2 വീക്സ് മുന്നെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ആളുടെ നെഫ്യൂയുടെ ബാപ്റ്റിസത്തിന് വേണ്ടി 130 വൈറ്റ് ബോയ് ഏഞ്ചൽ കാൻഡിൽസിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തത്. ഇതിൻ്റെ ഗേൾ ഏഞ്ചൽ കാൻഡിൽ വേർഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഈ ഒരു ഓർഡറിന് പിന്നിൽ നമുക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആക്ച്വലി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് ബോക്സ് പാക്കേജിങ് നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അങ്ങനെ ബോക്സ് അടുപ്പിക്കാൻ കൊടുത്ത ചേട്ടനോട് ക്യാൻഡിലിൻ്റെ സാമ്പിളൊക്കെ കാണിച്ചു കൊടുത്ത് അത്യാവശ്യം കുറച്ച് നേരത്തെ തന്നെ വേണമെന്ന് പറഞ്ഞു. ക്യാൻഡിൽസൊക്കെ റെഡിയാക്കി 16th ബോക്സ് കയ്യിൽ വന്നപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. ക്യാൻഡിൽ ബോക്സിൻ്റെ ഉള്ളിൽ കയറുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചെങ്കിലും തീരെ സമയമില്ലാത്തത് കൊണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എടുത്തേ മതിയായിരുന്നുള്ളൂ. ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള പാക്കേജിങ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും പിൻട്രസ്റ്റിലൊക്കെ നോക്കിയേ അങ്ങനെ പറ്റിയൊരു പാക്കിംഗ് കണ്ടുപിടിച്ചു. അതാണ് കാർഡ് പാക്കേജിങ്. ബോക്സിനെ അപേക്ഷിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബോക്സ് ഉച്ചകഴിഞ്ഞ് ഡെലിവറി ആയതുകൊണ്ടും ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നേരം ഒരുപാട് വൈകിയത് കൊണ്ടും 17th രാവിലെയാണ് നമുക്ക് കാർഡ്സ് അടിച്ചു കിട്ടിയത്. നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്ത് കാർഡ്സൊക്കെ അടുപ്പിച്ചത്. ബേജ് ആൻഡ് വൈറ്റ് തീമായിരുന്നു ബേബിയുടെ ഫംഗ്ഷൻ. നമ്മുടെ കസ്റ്റമറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാരില്ല, ലിയാം ബേബിയുടെ ബാപ്റ്റിസം ഈവനിങ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഡെലിവറി ചെയ്താൽ മതിയെന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞത്. എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അമ്മ ഒക്കെ ഹെൽപ്പിന് ഉണ്ടായത് കൊണ്ടാണ് ഇതെല്ലാം കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എല്ലാവരും കൂടി ഇരുന്ന് മിണ്ടിയും പറഞ്ഞും പാക്കിംഗ് ചെയ്തതുകൊണ്ട് നമ്മൾ പാക്കിംഗ് പ്രോസസ്സ് വളരെ സമാധാനത്തോടു കൂടിയാണ് കേട്ടോ തീർത്തത്. എനിവേ നമ്മൾ രാവിലെ തന്നെ ഡെലിവറി ചെയ്ത് അവരുടെ പോസിറ്റീവ് റിവ്യൂസൊക്കെ കേട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ റിട്ടേൺ ഫേവേഴ്സൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ടാറ്റാ.